സ്ഥാപിച്ചപ്പോ പേരോട് കഴിഞ്ഞ പ്രസംഗത്തിൽ എന്താ പറഞ്ഞെന്നറിയോ? പേരോട് പറയണേ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നല്ല രസം കേട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചോളി. വമ്പം വിഡിത്തം മൂപ്പർ ആലോചിച്ചുണ്ടാക്കി പറയുന്നത് കേട്ടോളൂ. എന്താ പറയുന്നത്? അവര് വേറെ അള്ളയിലാ വിശ്വസിച്ചത്. ഇനി പല നിർവാഹമുള്ളൂ. കാരണം അള്ളാഹു എന്നൊക്കെ ഇങ്ങനെ കാണുകയാണ് അവരുടെ വാക്കില്. അപ്പൊ ഇനിയിപ്പോ എന്തേ നിർവാഹമുള്ളൂ? ആ വിശ്വസിച്ച് വേറെ അള്ളയാണ്. അത് പറയുന്ന ഭാഗം ഒന്ന് കേട്ടോളൂ. വേറെ അള്ളയാണ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോളൂ ആ വാക്ക്. അപ്പൊ പിന്നെ ഇവര് വിശ്വസിക്കുന്ന അള്ള എന്താണ്? ഉള്ള അള്ളയല്ല ഒരു സങ്കല്പാണ്. അപ്പൊ പിന്നെ ഇവര് വിശ്വസിക്കുന്ന അള്ള എന്താണ്? ഉള്ള അള്ളയല്ല ഒരു സങ്കല്പാണ്. അപ്പൊ അവര് വിശ്വസിച്ചത് ഉള്ള അള്ളാഹുവിലല്ല, അവരതൊരു സങ്കല്പമാണ്. അപ്പൊ അവര് വിശ്വസിച്ചത് ഉള്ള അള്ളാഹുവിലല്ല, അവരതൊരു സങ്കല്പമാണ്. കേട്ടോ? അപ്പൊ അവര് വിശ്വസിച്ചത് അള്ളാഹുവിലല്ല, വേറൊരു സങ്കല്പമാണ്. അപ്പൊ നമ്മൾ ഈ അള്ളാന്ന് ഖുർആനിലും ഹദീസിലും ഒക്കെ കാണുന്നുണ്ടല്ലോ. ആ അള്ളാന്ന് പറഞ്ഞത് നമ്മൾ വിശ്വസിക്കുന്ന ആ അള്ളയിലല്ല, അവരല്ലാന്ന് പേരിട്ടത് വേറൊരു സങ്കല്പത്തിന് ആ പേരിട്ടതാണ് എന്നാണ്. ശരിക്കും മനസ്സിലാക്കണം നിങ്ങൾ ആ അപകടം. എത്ര ഗുരുതരമായ കാര്യമാണ് ആ പറഞ്ഞത്. എന്നാ സഹോദരന്മാരെ, ബുദ്ധിയുള്ള ആളുകളല്ലേ എല്ലാ ആളുകളും? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അള്ളാഹ് പങ്കുചേർത്തവൻ എന്നല്ല മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ. ആരിൽ പങ്കുചേർത്തവൻ? അള്ളാഹുവിൽ. അത് തന്നെ കിട്ടി. അള്ളാഹുവിൽ വിശ്വാസമുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചോ. അള്ളാന്ന് അവര് വിളിച്ചത് വേറൊരു ശക്തിയെയാണെന്നല്ലേ? നമ്മൾ പറയുന്ന അള്ളാനെയല്ല, അവരെ അള്ളാന്ന് വേറൊരു അള്ളാനെ, സങ്കല്പത്തിലുള്ള ഒരു അള്ളാനെയാണെന്നാ. എന്നാ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ. അബ്ദുൽ മുത്തലിബ് അല്ലേ? അബ്ദുൽ മുത്തലിബ് കുട്ടിക്ക് എന്താ പേരിട്ടത്? കുട്ടിക്ക് പേരിട്ട എന്താ? അബ്ദുല്ലാ. ആ അള്ള ഏതാ? ഓരോന്ന് നിങ്ങൾ മനസ്സിലായിക്കോ. അബ്ദുല്ലാന്നാ പേരിട്ടത്. ആ അള്ളാടെ അടിമ അതേതള്ളയാ? അതേതള്ളയാണ്? നിങ്ങൾ അടുത്ത പ്രസംഗത്തിൽ പറയണം. നോട്ട് ചെയ്തോളൂ. അബ്ദുൽ മുത്തലിബ് അബ്ദുല്ലാന്ന് പേരിട്ടപ്പോ ഉദ്ദേശിച്ച അള്ള ആരാണ്? നമ്മൾ പറയുന്ന അള്ളയോ അതോ സങ്കല്പത്തിൽ അവര് സങ്കല്പിച്ചുണ്ടാക്കിയ വേറൊള്ളയോ? നിങ്ങൾ പറഞ്ഞാൽ മതി ജനങ്ങളോട്. ഈ നബി ജനിച്ചപ്പോ നിങ്ങൾ ചിലപ്പോ ഈ ചിലർക്ക് ഈ ഖുർആനും ഒന്നും കേട്ടാ തൃപ്തിയാവൂല. അപ്പൊ നബി ജനിച്ചപ്പോൾ മൗലൂദ് എന്നൊരു വഴി കേൾക്കാം. നബി ജനിച്ചപ്പോ അബ്ദുൽ മുത്തലിബ് കുട്ടിയെയും കൊണ്ട് കഅബത്തിന്റെ ഉള്ളിലേക്കാണ് കയറി. ഇനി ശ്രദ്ധിച്ചോ, മൗലിദിൽ പറയുന്നത് ശറഫുൽ മൗലിദിൽ കാണാം. വഖാമ ഇൻദഹാ യദ്ഉല്ലാഹ വയശ്കുറുഹു അസ്സ വജല്ല അലാ മാ അഅതാഹു. ഈ കുട്ടിയെ നൽകിയതിൽ അള്ളാഹുവിന് ശുക്ർ രേഖപ്പെടുത്തിക്കൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടേക്കങ്ങ് ചെന്നു. ആര്? അബ്ദുൽ മുത്തലിബ്. ഏതായി അള്ളാഹ്? എന്നിട്ട് പറയുന്നു, പാടുന്നു, അൽഹംദുലില്ലാഹില്ലദീ അഅതാനി ഹദൽ ഗുലാമ ത്വയ്യിബൽ അർദാനി ഖസാദ ഫിൽ മഹ്ദി അലൽ ഗിൽമാനി ഉഈദുഹു ബിൽ ബൈത്തി ദിൽ അർകാനി. അൽഹംദുലില്ലാഹ് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു. അബ്ദുൽ മുത്തലിബ് പറഞ്ഞ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് ആരാ? നിങ്ങൾ അടുത്ത പ്രസംഗത്തിൽ പറഞ്ഞാൽ മതി, തിരക്കൊന്നുമില്ല ഇവിടെ. അടുത്ത പ്രസംഗത്തിൽ പറയാ അൽഹംദുലില്ലാഹ് അബ്ദുൽ മുത്തലിബ് പറഞ്ഞ ആളാരാണ്? അതോ നിങ്ങൾക്ക് വാദമുണ്ടോ അബ്ദുൽ മുത്തലിബ് മുശ്രിക്കല്ല, ഒറിജിനൽ മോമിനാണ്? എന്നാ അടുത്ത പ്രസംഗത്തിൽ അതുകൊണ്ട് പറയാം. അപ്പൊ നോക്കാം നമുക്ക്. അബ്ദുൽ മുത്തലിബ് ഒറിജിനൽ മോമിനായിരുന്നു, മുശ്രിക്കല്ല. ഇനി നോക്കൂ, നിങ്ങൾ കഅബ പൊളിക്കാൻ വേണ്ടി വന്നില്ലേ ഒരു കൂട്ടര്? അബ്രഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം കഅബ പൊളിക്കാൻ വേണ്ടി വന്നില്ലേ? കഅബ പൊളിക്കാൻ വേണ്ടി വന്നപ്പോ അബ്ദുൽ മുത്തലിബ് എന്താ ചെയ്തത്? അബ്ദുൽ മുത്തലിബ് കഅബാലയത്തിന്റെ ആ ഹൽഖ പിടിച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബ് അതേപോലെ തന്നെ ഖുറൈശികളും വഖാമ മഅഹു നഫറും മിൻ ഖുറൈശ് യദ്ഊനല്ലാഹ് വയസ്തൻസിറൂനഹു വലാ അബ്റഹ വജുൻദിഹി. അബ്രഹത്തിനെയും അവന്റെ പട്ടാളങ്ങൾക്കെതിരിലും അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബും ഖുറൈശികളുമൊക്കെ കഅബത്തിന്റെ സമീപത്ത് വന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്താണെന്നിട്ട് അബ്ദുൽ മുത്തലിബ് ചൊല്ലുന്നത്? യാ റബ്ബി ലാ അർജൂ ലഹും സീവാക യാ റബ്ബി ഫംനഉ മിൻഹും ഹിമാക ഇന്നാ അദുവൽ ബൈത്തി